നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സൂംബ വിവാദം കത്തുന്നു. മതസംഘടനകൾ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ആജ്ഞാപിക്കരുതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. സ്കൂളുകളിൽ സൂംബയുമായി മുന്നോട്ടെന്ന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. എതിർപ്പുകൾ ലഹരിയേക്കാൾ വിഷമെന്നും വർഗീയതയ്ക്ക് വളം വയ്ക്കുമെന്നും മന്ത്രി. മതത്തിന്റെ പേരിൽ കള്ളപ്രചരണം നടക്കുന്നുവെന്ന് DYFI. വെറ്ററിനറി കോളേജിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന ഉത്തരവ് പൂഴ്ത്തി സർക്കാർ. ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. മരണശേഷവും സർക്കാർ കുടുംബത്തെ വേട്ടയാടുന്നുവെന്ന് BJP. കൊൽക്കത്തയിൽ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ ലോ കോളേജിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനുൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. പ്രതിഷേധവുമായി BJPയും കോൺഗ്രസും. അഭിഭാഷകനായ നൌഷാദ് തോട്ടത്തിൽ പ്രതിയായ പോക്സോ കേസിൽ പത്തനംതിട്ട SP VJ വിനോദ് കുമാറിനെ സ്ഥലം മാറ്റും. നടപടി വൻ അട്ടിമറിയുണ്ടായെന്ന DIG റിപ്പോർട്ടിനെ തുടർന്ന്. മലപ്പുറത്ത് ചികിത്സ കിട്ടാതെ 1 വയസ്സുകാരൻ മരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടും മാതാപിതാക്കൾ ചികിത്സ നൽകിയില്ല എന്ന് പരാതി. പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുത്തില്ല. കബറടക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് DMO. തൃശൂർ മണ്ണുത്തി നല്ലങ്കരയിൽ പോലീസിനു നേരെ ഗുണ്ടാക്രമണം. 4 ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. 3 പോലീസ് ജീപ്പുകൾ തകർത്തു. കൊലക്കേസ് പ്രതി ഉൾപ്പെടെ 6 പേർ അറസ്റ്റിൽ. ഭാരതാംബ ചിത്രവിവാദത്തിൽ ഗവർണർക്ക് വീണ്ടും മറുപടി നൽകാനൊരുങ്ങി സർക്കാർ. കത്ത് നൽകുക ഭരണഘടനാ വിദഗ്ധരുടെ നിലപാടുകൾ കൂടി അറിഞ്ഞ ശേഷം. ഗവർണറുടേത് ഭരണഘടനാ വിരുദ്ധ നടപടിയെന്ന് ആവർത്തിച്ച് മന്ത്രി V ശിവൻകുട്ടി. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്ക് 7 ലക്ഷം രൂപ നൽകണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് നടപ്പാക്കാത്ത സർക്കാരിനെതിരെ വിമർശനം ശക്തമാകുന്നു. ജൂലൈ 10 ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഇതിനിടെ സർക്കാരിനെ വിമർശിച്ച് BJPയും രംഗത്ത് വന്നു. അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അൺഫിലിറ്റ്, ഈ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ഉത്തരവ് ചുരുക്കത്തിൽ സർക്കാർ പൂഴ്ത്തിവെച്ചു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു നെറികെട്ട നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ ചീഫ് സെക്രട്ടറി എന്ന് ഹാജരായി ഇതിനുള്ള ഒരു മറുപടി നൽകണം എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, സ്വപ്ന സൂചിപ്പിച്ചതിനെ വലിയ രീതിയിൽ കൊടുമ്പിരി കൊണ്ടൊരു വിവാദവും ഒരു വിഷയം തന്നെയായിരുന്നു പൂക്കോട് സർവകലാശാലയിൽ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ 18 SFI വിദ്യാർത്ഥികളാണെന്ന് പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത്. ഈ മരണം ഒരു ആത്മഹത്യയാണ് എന്ന രീതിയിൽ കേസുണ്ടായെങ്കിൽ പോലും ഇത് ആത്മഹത്യ ആയിരുന്നില്ല, അതൊരു കൊലപാതകമായിരുന്നു. ഈ SFI പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന SFI വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനായി സർവകലാശാല അധികൃതർ, ഡീനും ഹോസ്റ്റൽ വാർഡനും ഉൾപ്പെടെ അധികൃതർ സംരക്ഷിക്കാനായി ശ്രമം നടത്തിയെന്ന് കരുതി എന്ന് ആരോപണം ഉന്നയിച്ച് മാതാപിതാക്കൾ അടക്കം തന്നെ സെക്രട്ടറി നടയിലടക്കം ഒരു സമരം നടത്തിയത്. അങ്ങനെ വലിയ രീതിയിൽ വിവാദമാണ്, കൊടുമ്പിരി കൊണ്ടൊരു വിവാദം തന്നെയാണ് ഉണ്ടായത്. മാത്രമല്ല പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ നടത്തിയെന്ന ആരോപണം ശക്തമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ മാതാപിതാക്കളുടെ ആവശ്യപ്രകാരമാണ് സർക്കാർ തന്നെ കേസ് CBIക്ക് വിടുന്നു. അപ്പോൾ CBI ഏറ്റെടുത്തപ്പോൾ പോലും വേണ്ടത്ര രീതിയിൽ ഈ ഫയലുകൾ, അന്വേഷണത്തിന് ആവശ്യമായ ഫയലുകൾ CBIക്ക് നൽകിയില്ല എന്ന രീതിയിൽ പോലും വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വേട്ടയാടലുകൾ. 2024 ഫെബ്രുവരിയിലാണ് ഈ സിദ്ധാർത്ഥനെ ഈ രീതിയിൽ മരണപ്പെടുന്നത് ഹോസ്റ്റലിൽ. പക്ഷേ ഈ സംഭവം നടന്ന് ഇത്രയും കാലമായപ്പോൾ പോലും BJP നേതാവ്, അതായത് BJPയുടെ സംസ്ഥാന വക്താവായിരുന്ന സഞ്ജീവ് വചസ്പതിയാണ് ഇത് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുകയും ഈ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അന്നു മുതൽ അദ്ദേഹം ഒരു പോരാട്ടം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒക്ടോബർ 1 ഈ വിഷയത്തിൽ ഇടപെടുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഇടപെടുകയും മാതാപിതാക്കൾക്ക് സംസ്ഥാന സർക്കാർ 7 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ഉത്തരവ് ഇതുവരെയും സർക്കാർ അത് പൂഴ്ത്തിവെച്ചു എന്നാണ് ഇപ്പോൾ BJP പറയുന്നത്. മാത്രമല്ല ഈ ഉത്തരവ് ഇത്രയും നാളും കാലതാമസം എടുക്കുന്നു ആ ഉത്തരവ് നടപ്പാക്കാൻ. അതായത് 1 രൂപ പോലും മാതാപിതാക്കൾക്ക് അർഹമായ
നഷ്ടപരിഹാരം നൽകില്ല. ഈ രീതിയിൽ കാലതാമസം വന്നപ്പോൾ വീണ്ടും ഈ BJP നേതാക്കൾ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുകയും അതിനുശേഷം 8% പലിശയോടുകൂടി ആ തുക വീണ്ടും നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ വീണ്ടും ഉത്തരവിട്ടു. ആ ഉത്തരവ് വന്ന് 1 മാസമായിട്ടും അതും പൂഴ്ത്തിവെക്കുകയാണ് സർക്കാർ ചെയ്തത്. മാത്രമല്ല ആ ഉത്തരവ് നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഈ ഹൈക്കോടതിയിൽ ഈ ഹർജി ഇനി തിങ്കളാഴ്ച കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും BJP ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നു ഈ തുക ഇതുവരെ നൽകാത്തത് കൊണ്ട് ഏത് സാഹചര്യത്തിൽ തുക നൽകിയില്ല എന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി കൃത്യമായ വിശദീകരണം നേരിട്ട് ഹാജരാകണം. അത് അടുത്ത മാസം ജൂലൈ 10 നേരിട്ട് ഹാജരാകണമെന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കടുത്ത പ്രതിഷേധവും വ്യാപകമായ വിമർശനവും സംസ്ഥാന സർക്കാരിനെതിരെ വന്നിരിക്കുകയാണ്. അത് തന്നെയാണ് ഇപ്പോൾ അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഇതിനുവേണ്ടി പോരാട്ടം നടത്തിയ BJP നേതാവ് സന്ദീപ് വചസ്പതി പറഞ്ഞിരിക്കുന്നത്. സ്വപ്ന, തീർച്ചയായും സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കളും അത് തന്നെയാണ് പറയുന്നത്. എന്ത് കിട്ടിയാലും പോയ മകന് പകരമാകില്ല. എങ്കിൽ കൂടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള നെറുകെട്ട നീക്കങ്ങൾ നടക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. വയനാട് പൂക്കോട് സർവകലാശാലയിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ട നഷ്ടപരിഹാരം നൽകാത്ത സംസ്ഥാന സർക്കാരിനെതിരെ BJP ആഞ്ഞടിക്കുകയാണ്. മരണത്തിനിരയായ കുടുംബത്തെ വീണ്ടും സർക്കാർ വേട്ടയാടുന്നുവെന്ന് BJP സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതി ആരോപിച്ചു. പിണറായി വിജയന്റെ ഈ വൈരനിര്യാതന ബുദ്ധി, സിദ്ധാർത്ഥന്റെ കുടുംബത്തോടുള്ള വൈരാഗ്യം, സിദ്ധാർത്ഥന്റെ കുടുംബത്തോടുള്ള വേട്ടയാടൽ മനസ്ഥിതി അവസാനിപ്പിച്ച് നാളെ ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച കേസ് വരുമ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ച് വൈകിയെങ്കിലും അവർക്ക് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശം നൽകുന്ന ഒരു സഹായം ലഭ്യമാക്കാനെങ്കിലും പിണറായി വിജയൻ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നാണ് BJPയുടെ ആവശ്യം. സ്കൂളുകളിലെ സൂംബ വിവാദത്തിൽ മതസംഘടനകൾക്ക് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി സർക്കാർ ഇപ്പോഴത്തെ നിലപാടുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. മതസംഘടനകൾ ആജ്ഞാപിക്കരുത്, അഭിപ്രായം പറയാമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും കോഴിക്കോട് പ്രതികരിച്ചു. ലഹരിക്കെതിരെ സ്കൂളുകളിൽ ആരംഭിച്ച സൂംബയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഇടതുപക്ഷ തീരുമാനം. സർക്കാർ നിലപാടുമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. നിലവിലെ പ്രതിഷേധം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും ഇടയാക്കും. ലഘുവ്യായാമം സ്കൂൾ യൂണിഫോമിലാണ് ചെയ്യുന്നത്. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴത്തെ വിവാദം ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മര്യാദയ്ക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. അതിനെ അനുകൂലപ്പെടുന്നതിന് വേണ്ടിയാണ് കുറച്ചേറെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇത് ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടി തയ്യാറാണ്. എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നടപടിയിൽ നിന്ന് പുറകോട്ട് പോകുന്നതിന് വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല. തെറ്റിദ്ധാരണയുള്ള ആരെങ്കിലും ചർച്ചയ്ക്ക് വന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ അധ്യാപകർ നടപ്പിലാക്കണമെന്നും ഓർമ്മിപ്പിച്ചു. അതിൽ രക്ഷിതാവിന് റോളില്ല. വ്യക്തിപരമായ കാരണങ്ങളാൽ മാറി നിൽക്കേണ്ട കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാം. വൃത്തികെട്ട കണ്ണുകൊണ്ട് കാണുന്നതിന്റെ കുഴപ്പമാണ് വിവാദമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സൂംബ വിവാദം രാഷ്ട്രീയമായിട്ടാണെങ്കിൽ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് CPM തീരുമാനം. വിദ്യാഭ്യാസ വകുപ്പിന്റെ സൂംബയ്ക്ക് കുഴപ്പമുണ്ട്, MSFന്റെ സൂംബയ്ക്ക് കുഴപ്പമില്ലെന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസം. ആജ്ഞ വേണ്ട, അഭിപ്രായം പറയാമെന്ന നിലപാടിൽ സർക്കാരിന് പിന്തുണയുമായി CPM ജനറൽ സെക്രട്ടറി MA ബേബിയും രംഗത്തെത്തി. മതം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടരുത്. അവർക്ക് അഭിപ്രായം പറയാം, ഇതാണ് നല്ലത്, ഇത് മോശമാണ്. സൂംബ നൃത്തത്തിന് സംസ്ഥാന സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പറഞ്ഞ DYFI AI കാലത്താണോ MSF നിൽക്കുന്നതെന്നും ചോദിച്ചു. അങ്ങേയറ്റം ദയനീയമാണ്. കാരണം MSFന്റെയൊക്കെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന, ഞാൻ പറയും, മതസാമുദായിക സംഘടനകൾ അവർക്ക് അവരുടേതായ പരിമിതികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ അവർ കാലത്ത് ആണോ ജീവിക്കുന്നത് സംശയമുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികളെ അകറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് DYFI ആരോപിക്കുന്നത്. സൂംബ വിവാദത്തിൽ സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും ശക്തമായി പ്രതിരോധിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് CPM. അമൃത ന്യൂസ്, കോഴിക്കോട്. സൂംബ വിവാദത്തിൽ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും രംഗത്തെത്തി. വിഷയത്തിൽ വിവാദമുണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് രാഹുൽ പറഞ്ഞു. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഇത്തരം കാര്യങ്ങൾ വിവാദമാക്കേണ്ട കാര്യമില്ല. യൂത്ത് കോൺഗ്രസ് നേതൃ ക്യാമ്പിലും ആരോഗ്യ പരിപാലനത്തിനുള്ള സെഷനുകളുണ്ടെന്ന് രാഹുൽ കൂട്ടിച്ചേർത്തു. അതിനകത്തൊരു വിവാദം ഉണ്ടാക്കേണ്ടുന്നൊരു കാര്യമില്ല. സൂംബ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് പുതിയ കാലഘട്ടത്തിനൊരു പ്രത്യേകത, വലിയ തോതിൽ ചെറുപ്പക്കാർക്ക് ജീവഹാനി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ലൈഫ് ടൈം ഡിസീസുകൾ വളരെ
വലിയ തോതിൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മലപ്പുറത്ത് ചികിത്സ കിട്ടാതെ കുട്ടി മരിച്ചതായി പരാതി. കാടാമ്പുഴയിൽ 1 വയസ്സുകാരൻ മരിച്ചത് മതിയായ ചികിത്സ കിട്ടാതെ എന്നാണ് പരാതി. അശാസ്ത്രീയ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന കോട്ടയ്ക്കൽ സ്വദേശിനി ഷിറയുടെയും നവാസിന്റെയും കുട്ടിയാണ് ഇന്നലെ മരിച്ചത്. ഇന്ന് രാവിലെ മൃതദേഹം കബറടക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുമെന്ന് DMO അറിയിച്ചു. TK അരവിന്ദൻ ചേരുന്നു. വിവരങ്ങളുമായി അരവിന്ദൻ, അങ്ങേയറ്റം നിർഭാഗ്യകരമായ സംഭവം. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ വേണ്ട രീതിയിൽ ചികിത്സ നൽകിയില്ല, അല്ലെങ്കിൽ അശാസ്ത്രീയമായ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഏത് നൂറ്റാണ്ടിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. ഇപ്പോൾ ഇതിൽ ഏത് രീതിയിലുള്ള നടപടിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്? സ്വപ്ന, കോട്ടയ്ക്കൽ പോലീസ് സംഭവത്തിൽ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് കേസ് എടുത്തിട്ടുള്ളത്. അക്യുപഞ്ചറിസ്റ്റായ ഹിറ ഹറീറ നവാസ് ദമ്പതികളുടെ മകൻ യസൻ എർഹാനാണ് ഇന്നലെ മരിച്ചത്. ഇന്ന് രാവിലെ കുട്ടിയുടെ മൃതദേഹം 8:45 കബറടക്കിയിരുന്നു. നാട്ടുകാരോട് ഇവർ ആദ്യം പറഞ്ഞിരുന്നത് പാല് തലയിൽ കയറി പാല് കുടിക്കുന്നതിന്റെ കുട്ടി മരണപ്പെട്ടു എന്നുള്ളതാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. പിന്നീടാണ് മതിയായ ചികിത്സ കിട്ടാതെയാണ് കുട്ടി മരിച്ചത് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു. ഇതിനുള്ള ചികിത്സ നൽകിയിരുന്നില്ല. വീട്ടിൽ തന്നെയായിരുന്നു ഇവർ ചികിത്സ എല്ലാം നടത്തിയിരുന്നത്. ഈ കുഞ്ഞിനെ പ്രസവിച്ചതും വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു. ഇവർ ഇത്തരം വീട്ടിലെ പ്രസവത്തിന് പ്രോത്സാഹനം കൊടുക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഒരു കുടുംബമായിരുന്നു ഇവരുടേത്. ഇവർക്ക് മൂത്തൊരു കുട്ടിയുണ്ട്. ഇവരെയും വീട്ടിൽ തന്നെയാണ് പ്രസവിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ കോട്ടയ്ക്കൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാടാമ്പുഴയാണ് ഇവരുടെ വീടുകൾ. കാടാമ്പുഴ പാങ്ങിലാണ് ഇവരെ വീടുള്ളത്. എന്നാൽ സംഭവം നടന്നത് കോട്ടയ്ക്കലെ വാടക വീട്ടിൽ വെച്ചായിരുന്നു. അതിനാൽ തന്നെ കോട്ടയ്ക്കൽ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും നാട്ടുകാർ ഇതിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇത്തരം കേസുകൾക്കെതിരെ നമുക്കറിയാം, മാസങ്ങൾക്ക് മുൻപാണ് വീട്ടിൽ പ്രസവത്തിനിടെ ഒരു യുവതി ചികിത്സ കിട്ടാതെ മരണപ്പെട്ട സംഭവം മലപ്പുറത്തുണ്ടായത്. അതിനാൽ തന്നെ വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ നാട്ടുകാരിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീട്ടുകാരെ വിളിച്ചു വരുത്തി മാതാപിതാക്കളിൽ നിന്ന് മൊഴി എടുത്തിട്ടുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്. സ്വപ്ന. അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് ചികിത്സ കിട്ടാതെ മാതാപിതാക്കളുടെ തെറ്റായ ചികിത്സാ രീതി മൂലം 1 വയസ്സുകാരൻ മരിച്ചിരിക്കുന്നു. കൊൽക്കത്ത ലോ കോളേജിൽ നിയമവിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ അറസ്റ്റിൽ. ഇതോടെ കേസിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം 4ആയി. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത തൃണമൂൽ വിദ്യാർത്ഥി സംഘടനാ നേതാവ് ഉൾപ്പെടെ 3 പ്രതികളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ക്യാമ്പസിലെ സെക്യൂരിറ്റി ഗാർഡിന്റെ മുറിക്കുള്ളിൽ വെച്ചാണ് യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയത്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കോളേജിൽ സുരക്ഷയും ശക്തമാണ്. പത്തനംതിട്ട SP VJ വിനോദ് കുമാറിനെ സ്ഥലം മാറ്റും. അഭിഭാഷകനായ നൌഷാദ് തോട്ടത്തിൽ പ്രതിയായ പോക്സോ കേസിൽ നടന്നത് വൻ അട്ടിമറിയെന്ന DIGയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. കേസിൽ SPക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത്. പത്തനംതിട്ട ആറന്മുള SHOമാർക്കും പത്തനംതിട്ട DYSPക്കും വീഴ്ച സംഭവിച്ചുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഭാരതാംബ ചിത്ര വിഷയത്തിൽ തർക്കം തീരുന്നില്ല. ഗവർണറുടെ കത്തിന് വീണ്ടും മറുപടി നൽകാൻ സർക്കാർ തയ്യാറെടുക്കുകയാണ്. നിയമപരിശോധനയ്ക്ക് ശേഷം ഭരണഘടനാ വിദഗ്ധരുടെ നിലപാടുകൾ കൂടി അറിഞ്ഞ ശേഷമാകും മറുപടി നൽകുക. ഭാരതാംബയുടെ ചിത്രത്തെ അനുകൂലിച്ചുള്ള രാജ്ഭവൻ വാദങ്ങൾക്ക് നിയമപരിരക്ഷയില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നത് വെറും സങ്കല്പം മാത്രമാണ്. കഴിഞ്ഞ ദിവസം സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ നടന്ന സംഘർഷത്തിൽ രജിസ്ട്രാർ ഇന്ന് VCക്ക് റിപ്പോർട്ട് നൽകും. അതിനിടെ ഗവർണറുടേത് ഭരണഘടനാ വിരുദ്ധ നടപടിയെന്ന് മന്ത്രി V ശിവൻകുട്ടി ഇന്നും ആവർത്തിച്ചു. വീണ്ടും ഈ ഭാരതാംബ പോകുന്ന ചടങ്ങുകളിലൊക്കെ പോവുകയും വീണ്ടും ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രതീകമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ വീണ്ടും ഞങ്ങളും ഇത് ആവർത്തിച്ച് പറയേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇത് പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കുമെന്നൊരു അപേക്ഷിക്കുകയാണ്. തൃശൂർ നെല്ലങ്കരയിൽ പോലീസിനെ ആക്രമിച്ച് ഗുണ്ടാസംഘം. ലഹരി പാർട്ടിക്കിടെയാണ് ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ചത്. ആക്രമണത്തിൽ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. 3 പോലീസ് ജീപ്പുകളും അടിച്ചു തകർത്തു. കൊലക്കേസ് പ്രതി കൂടിയായ ബ്രഹ്മദത്തൻ എന്ന ഗുണ്ടാ തലവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോലീസിനെ ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് സംഭവം. നെല്ലങ്കരയിലെ വിജനമായ സ്ഥലത്ത് ബർത്ത്ഡേ പാർട്ടി നടക്കുന്നതായും പാർട്ടിയിൽ ലഹരി ഉപയോഗിക്കുന്നതുമായുള്ള പരാതിയെ തുടർന്നാണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയത്.
കമ്പിപ്പാരയും പട്ടികപടികളുമായി പോലീസിനെ ഗുണ്ടാസംഘം ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ 4 പോലീസുകാരെ പരിക്കുകളോടെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗ്രേഡ് SI ജയൻ, സീനിയർ CPO അജു, CPOമാരായ ഷനോജ്, ശ്യാം എന്നിവർക്കാണ് പരിക്കേറ്റത്. പ്രദേശത്ത് കമ്മീഷണർ R ഇളങ്കോ സന്ദർശനം നടത്തി. ഗുണ്ടകൾ ഗുണ്ടകളെപ്പോലെ പ്രവർത്തിച്ചുവെന്നും പോലീസിനെ പോലെ പ്രവർത്തിച്ചുവെന്നും കമ്മീഷണർ പറഞ്ഞു. 6 ഗുണ്ടകൾ 7 ഗുണ്ടകൾ ഗുണ്ടകളെപ്പോൾ പ്രവർത്തിച്ചു, പോലീസിനെപ്പോൾ പ്രവർത്തിച്ചു. ആദ്യ വാഹനത്തിലെത്തിയ പോലീസ് സംഘത്തെ ഗുണ്ടകൾ ആക്രമിക്കുകയായിരുന്നു. പിന്നീടെത്തിയ 2 പോലീസ് വാഹനങ്ങൾക്കു നേരെയും ഗുണ്ടകൾ ആക്രമണം നടത്തി. കൂടുതൽ പോലീസ് സംഘമെത്തിയാണ് ബ്രഹ്മദത്ത് ഉൾപ്പെടെയുള്ള 6 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അമൃത ന്യൂസ്, തൃശൂർ. നടിയും മോഡലുമായ ഷെഫാലി ജരിവാല അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം സംഭവിച്ചതെങ്കിലും കുടുംബം ദുരൂഹത ആരോപിച്ചതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാന്താലാഗ എന്ന മ്യൂസിക് ആൽബത്തിലൂടെയാണ് ഷെഫാലി പ്രശസ്തയായത്. 42-കാരിയായ ഷെഫാലി പുലർച്ചെ 1 മണിയോടെയാണ് വസതിയിൽ കുഴഞ്ഞു വീണത്. ഷെഫാലിയുടെ ഭർത്താവും നടനുമായ പരാഗ് ത്യാഗി ഉടൻ തന്നെ നടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഹൃദയാഘാതം മൂലം മരണപ്പെട്ടുവെന്നാണ് ആദ്യ മണിക്കൂറുകളിൽ പുറത്തുവന്ന വാർത്ത. പിന്നീട് മരണകാരണം വ്യക്തമല്ലെന്ന് പോലീസ് അറിയിക്കുകയായിരുന്നു. മരണത്തിന് പിന്നാലെ ഫോറൻസിക് വിദഗ്ധരും പോലീസും വീട്ടിൽ പരിശോധന നടത്തി. 2002 പുറത്തിറങ്ങിയ കാട്ടാലഗ എന്ന റീമിക്സ് മ്യൂസിക് വീഡിയോയിലൂടെയാണ് ഷെഫാലി പ്രശസ്തയായത്. അന്ന് 20 വയസ്സായിരുന്നു ഷെഫാലിയുടെ പ്രായം. പിന്നീട് 2004 സൽമാൻ ഖാൻ, അക്ഷയ് കുമാർ, പ്രിയങ്ക ചോപ്ര എന്നിവർ അഭിനയിച്ച മുജ്സെ ഷാദി കരോഗി എന്ന സിനിമയിൽ കാമിയോ വേഷത്തിലെത്തി. 2019 വെബ് സീരീസായ ബേബി കം നായിൽ അഭിനയിച്ചു. നാച്ച് ബാലിയ, ബൂഗി വൂഗി ഡാൻസ് റിയാലിറ്റി ഷോകളുടെയും ഭാഗമായി. ബിഗ് ബോസ് 13 റിയാലിറ്റി ഷോയിലും പങ്കെടുത്തു. 2004 ഹർമീത് സിംഗിനെ വിവാഹം ചെയ്തുവെങ്കിലും 2009 പിരിഞ്ഞു. 2015 പരാഗ് ത്യാഗിയെ വിവാഹം ചെയ്തത്. ഷെഫാലിയുടെ അപ്രതീക്ഷിത വിയോഗം ചലച്ചിത്ര ടെലിവിഷൻ രംഗത്തും ആരാധകർക്കിടയിലും ഒരുപോലെ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമ രംഗത്ത് സജീവമായ ഷെഫാലിയുടെ അവസാന ഇൻസ്റ്റഗ്രാം പോസ്റ്റ് 3 ദിവസം മുമ്പ് പങ്കുവച്ച ഒരു ഫോട്ടോഷൂട്ടിന്റെ ചിത്രങ്ങളായിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മഞ്ചേശ്വരം വോർക്കാടിയിൽ അമ്മയെ അടിച്ചുകൊന്ന ശേഷം കത്തിച്ചതെന്ന പ്രതി മെൽവിന്റെ മൊഴി. വീടും സ്ഥലവും മെൽവിന്റെ പേരിലേക്ക് എഴുതി നൽകാത്തതിലുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് തിങ്കളാഴ്ച ഹർജി നൽകും. 2 ദിവസം മുൻപാണ് മഞ്ചേശ്വരം വോർക്കാടിയിൽ അതിക്രൂരമായ കൊലപാതകം നടന്നത്. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ വീടിന് അല്പം അകലെയായുള്ള കുറ്റിക്കാട്ടിൽ നല്ലങ്കരയിലെ ഹിൽഡ മന്ദാരയുടെ മൃതദേഹം പെട്രോൾ ഒഴിച്ച് കത്തിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിദേശത്ത് പോകുവാനും വിവാഹം കഴിക്കുവാനും പണം ആവശ്യമുള്ളതിനാൽ വീടും സ്ഥലവും പണയം വെക്കുന്നതിനായി പ്രതി മെൽവിൻ ഹിൽഡ മന്ദാരയോട് നിരന്തരം ആവശ്യപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട് അമ്മയും മകനും തമ്മിൽ വാക്കേറ്റങ്ങളും നടന്നിരുന്നു. സ്ഥലം പണയം വെക്കുവാനായി എഴുതി നൽകാത്തതിന്റെ വൈരാഗ്യമാണ് നാടിനെ ഞെട്ടിച്ച കൊലപാതകത്തിലേക്ക് നയിച്ചത്. മെൽവിന്റെ മർദ്ദനത്തിൽ ഹിൽഡ മരിച്ചെന്ന് മനസ്സിലായതോടെ മൃതദേഹം കത്തിച്ചു കളയാൻ ശ്രമിക്കുകയായിരുന്നു. ഹിൽഡ അടിയേറ്റ് വീണപ്പോൾ ആശുപത്രിയിൽ എത്തിക്കുവാനായി ബന്ധുവായ ലോലിറ്റയെ പ്രതി മെൽവിൻ സഹായത്തിനായി വിളിച്ചിരുന്നു. ലോലിറ്റയെയും പ്രതി ഗുരുതരമായി പൊള്ളലേൽപ്പിച്ചു. നേരത്തെ വിദേശത്തായിരുന്ന മെൽവിൻ നാട്ടിലെത്തി കൽപ്പണയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ തെളിവെടുപ്പ് നടപടികൾക്കും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനുമായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് തിങ്കളാഴ്ച കോടതിയിൽ ഹർജി സമർപ്പിക്കും. അമൃത ന്യൂസ്, കാസർഗോഡ്. കൊച്ചി ചെല്ലാനത്ത് മന്ത്രി സജി ചെറിയാനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പരിപാടിയിൽ പങ്കെടുക്കാൻ മന്ത്രി എത്തിയപ്പോൾ പ്രവർത്തകർ സദസ്സിലേക്ക് കയറി പ്രതിഷേധിക്കുകയായിരുന്നു. മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണമാലിയിലെ കടൽക്ഷോഭം തടയാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പ്രതിഷേധക്കാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി സജി ചെറിയാനും രംഗത്തെത്തി. തന്നെ ആക്രമിക്കാനെത്തിയത് ഗുണ്ടകളാണ്, വന്നത് ഭ്രാന്തന്മാരെ പോലെ താടിയും മുടിയും വളർത്തിയവർ. യൂത്ത് കോൺഗ്രസുകാരാണെങ്കിൽ ഖദർ ഉണ്ടായേനെ എന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കി പഴയ മൂന്നാറിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം. പഴയ മൂന്നാർ KDHP ക്ലബിന് സമീപത്താണ് നാട്ടുകാർ പുലിയെ കണ്ടത്. തുടർച്ചയായി 2 തവണ പുലിയുടെ സാന്നിധ്യമുണ്ടായതോടെ വനംവകുപ്പ് തിരച്ചിൽ ആരംഭിച്ചു.
പഴയ മൂന്നാറും ഇപ്പോൾ പുലിപ്പേടിയിലാണ്. പഴയ മൂന്നാർ KDHP ക്ലബിന് സമീപം ജനവാസ മേഖലയിലാണ് പുലിയുടെ സാന്നിധ്യം. ഇവിടെ നാട്ടുകാരാണ് പുലിയെ നേരിൽ കണ്ടത്. കഴിഞ്ഞ ദിവസവും ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇതോടെ വനംവകുപ്പ് വിശദമായി തെരച്ചിൽ നടത്തി. പെട്ടിമുടി RRT, മൂന്നാർ RRT, മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളോടെയുമായിരുന്നു തിരച്ചിൽ. കാൽപ്പാടുകൾ പ്രദേശത്തുണ്ടെങ്കിലും പുലിയെ കണ്ടെത്താനായിട്ടില്ല. വനംവകുപ്പ് എത്തി ഫോട്ടോ എടുത്ത് മടങ്ങുന്നതല്ലാതെ പുലിയെ പിടികൂടാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ஃபாரஸ்ட் தக்க நடவடிக்கை எடுக்கணும். ஏன்னா கூண்டு வச்சு கண்டிப்பாக அவங்க பிடிக்கணும். வால்பாறையில் ஒரு 6 வயசு சிறுமியை வீட்டுக்குள்ளே கிச்சனில் போய் அந்த புலி பிடிச்சி இழுத்துருக்கு. அப்போ அந்த கொடூரமான சம்பவங்கள் இங்கேயே நடக்கூடாதுன்னு சொல்லி நாங்கள் வன்மையாக நாங்கள் கண்டிக்கிறோம். இதுக்கு தக்க நடவடிக்கை ஃபாரஸ்ட்டும் அரசாங்கமும் எடுக்கலைன்னு சொன்னால் நாங்கள் ஒரு பெரிய போராட்டத்தில் மூணாறு மக்கள்லாம் ஈடுபடுவோம்னு சொல்லி கேட்டுக்கொள்கிறோம். നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വനംവകുപ്പ് ശക്തമായ നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും മൂന്നാർ റേഞ്ച് ഓഫീസർ S. ബിജു പറഞ്ഞു. കൊച്ചുകുട്ടികളടക്കമുള്ള പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടായതോടെ വലിയ ഭീതിയിലാണ് തൊഴിലാളി കുടുംബങ്ങൾ. പുലിയെ കൂടുവെച്ച് പിടികൂടുന്നതിന് വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമൃത ന്യൂസ്, ഇടുക്കി. കണ്ണൂരിൽ പേവിഷബാധ ലക്ഷണങ്ങളോടെ ചികിത്സയിലിരുന്ന കുട്ടി മരിച്ചു. തമിഴ്നാട് സേലം സ്വദേശികളുടെ മകനായ 5 വയസ്സുകാരൻ ഹരിത്താണ് മരിച്ചത്. നായയുടെ കടിയേറ്റപ്പോൾ വാക്സിൻ എടുത്തിരുന്നു. തുടർന്ന് കഴിഞ്ഞ 12 ദിവസമായി കുട്ടി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മെയ് 31-ന് പയ്യാമ്പലത്തെ വാടക ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ചാണ് കുട്ടിക്ക് തെരുവ് നായയുടെ കടിയേറ്റത്. മുഖത്ത് കടിയേറ്റ കുഞ്ഞിനെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച് വാക്സിൻ നൽകിയിരുന്നു. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് നഗരത്തിൽ 17 പേരെ കടിച്ച തെരുവുനായയ്ക്ക് വിഷബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നടക്കാവിൽ വെച്ച് തെരുവുനായ ആക്രമിച്ചത്. കടിയേറ്റ 17 പേർക്കും വാക്സിൻ നൽകിയിരുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കോർപ്പറേഷൻ അറിയിച്ചു. ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിൽ ചോർച്ച കണ്ടെത്തിയതിന് പിന്നാലെ വിദഗ്ധ പരിശോധനകൾ ആരംഭിച്ചു. പരിശോധന പൂർത്തിയാക്കാൻ 15 ദിവസമെടുക്കും. ഇതിനുശേഷം അറ്റകുറ്റപ്പണികൾ ആരംഭിക്കും. താഴികക്കുടത്തെ പ്രധാന ഭാഗവുമായി ബന്ധിപ്പിക്കുന്നിടത്താണ് ചോർച്ച കണ്ടെത്തിയത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥർ താപ പരിശോധനയിലാണ് ചോർച്ച കണ്ടെത്തിയത്. തുടർ പരിശോധനകൾക്കായി താഴികക്കുടം മൂടിയിരിക്കുകയാണ്. പണികൾ പൂർത്തിയാക്കാൻ 6 മാസം വരെ എടുക്കുമെന്നാണ് സൂചന. സഞ്ചാരികളെ ബാധിക്കാത്ത രീതിയിലാകും അറ്റകുറ്റപ്പണികൾ നടത്തുക. കല്ലുകളെ യോജിപ്പിക്കുന്ന കുമ്മായക്കൂട്ട് നഷ്ടപ്പെട്ടതാകാം ചോർച്ചയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. താഴികക്കുടത്തിന്റെ മേൽക്കൂരയും വാതിലും തറയും ദുർബലമായിട്ടുണ്ട്. താഴികക്കുടത്തെ താങ്ങി നിർത്തുന്ന ഇരുമ്പ് നിർമ്മിതിയുടെ സമ്മർദ്ദം മൂലം കുമ്മായത്തിന് ഇളക്കമുണ്ടായതും ചോർച്ചയ്ക്ക് കാരണമായി വിലയിരുത്തുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പട്ടികജാതി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ ലാപ്ടോപ്പ് വിതരണത്തിൽ ഉൾപ്പെടെ നടന്ന അഴിമതി ചൂണ്ടിക്കാട്ടി BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനിലേക്ക് മാർച്ചും ധർണയും നടന്നു. കോർപ്പറേഷന് സമീപം ബാരിക്കേഡ് വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. എന്നാൽ പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന ധർണ BJP ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ചിന്നക്കനാലിൽ കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടിയുമായി റവന്യൂ വകുപ്പ്. ഒറ്റ ദിവസം റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത് CPM നേതാവിൻ്റേത് ഉൾപ്പെടെ 12 കയ്യേറ്റങ്ങളാണ്. മൂന്നാർ ദൗത്യകാലത്ത് കണ്ടെത്തിയ കയ്യേറ്റങ്ങളാണ് 1.5 പതിറ്റാണ്ടിനു ശേഷം ഒഴിപ്പിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇടുക്കി ചിന്നക്കനാലിലെ അടക്കം കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുമായി റവന്യൂ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. വൻകിട കയ്യേറ്റങ്ങൾ മുഖം നോക്കാതെ ഒഴിപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ ഇടുക്കിയിലെത്തിയപ്പോൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കയ്യേറ്റങ്ങൾക്കെതിരെ റവന്യൂ വകുപ്പ് നടപടി കടുപ്പിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് ചിന്നക്കനാൽ വില്ലേജിൽ ഒഴിപ്പിച്ച് ഏറ്റെടുത്തത് 12 ഏക്കർ 43 സെന്റ് സ്ഥലമാണ്. വിലക്ക് 70 ഏക്കർ റോഡിന് സമീപം സർവേ നമ്പർ 524 മുതൽ 529 വരെയുള്ള 2 ഏക്കർ 88 സെന്റ് ഭൂമി 2000-ൽ വ്യാജ പ്രമാണങ്ങൾ ചമച്ച 7 പേർ കൈവശപ്പെടുത്തിയെന്നാണ് റവന്യൂ അധികൃതർ പറയുന്നത്. മൂന്നാർ ദൗത്യകാലത്ത് ഈ ഭൂമിയിലെ കയ്യേറ്റം കണ്ടെത്തിയിരുന്നു. എന്നാൽ കൈവശക്കാർ ഹൈക്കോടതിയെ സമീപിച്ചതിനാൽ ഒഴിപ്പിക്കൽ നടപടികൾ വൈകി. കയ്യേറ്റക്കാർക്കെതിരായി കോടതിയുടെ അന്തിമ വിധി വന്നതോടെയാണ് ഭൂമി ഏറ്റെടുത്തത്. ഇവിടെയുണ്ടായിരുന്ന 2 കെട്ടിടങ്ങൾ സീൽ ചെയ്തു. സർക്കാർ ഭൂമി പാവപ്പെട്ട ആളുകൾക്ക് പതിച്ചു കൊടുക്കണം എന്ന ഒരു നിലപാടാണ് സർക്കാരിനുള്ളത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള വലിയ കയ്യേറ്റങ്ങൾ നടത്തി സർക്കാരിൻ്റെ ഭൂമി ചില വ്യക്തികൾ മാത്രം കൈവശം വയ്ക്കുന്നത്. അതാണ് അങ്ങനെയുള്ള വൻകിട കയ്യേറ്റങ്ങളെയാണ് ഒഴിപ്പിച്ചെടുക്കുന്നത്. ചിന്നക്കനാൽ സൂര്യനെല്ലി റോഡിന് സമീപം സർവേ നമ്പർ 510-ലും 517-ലും ഉൾപ്പെടുന്ന 9 ഏക്കർ 53 സെന്റ് ഭൂമിയിലെയും കയ്യേറ്റം റവന്യൂ വിഭാഗം ഒഴിപ്പിച്ചു. CPM ശാന്തൻപാറ ഏരിയ കമ്മിറ്റി അംഗം VX ആൽബിൻ കൈവശം വെച്ചിരുന്ന 2 ഏക്കർ 80 സെന്റ് ഭൂമിയും ഇതിൽ ഉൾപ്പെടുന്നു.
അമൃത ന്യൂസ്, ഇടുക്കി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ആലപ്പുഴ നഗരസഭയ്ക്ക് ഗുരുതര വീഴ്ച. മുൻ വർഷങ്ങളിലെ കണക്ക് ഹരിത കേരള മിഷന് നൽകാത്തതുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വാർഡ് തലത്തിൽ അനുവദിക്കുന്ന ഫണ്ട് ഇത്തവണ ലഭിച്ചില്ല. ഇതോടെ കാലവർഷത്തെ മുന്നിൽ കണ്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ താറുമാറായി. കഴിഞ്ഞ വർഷം അനുവദിച്ച ഫണ്ടിന്റെ കണക്ക് നൽകാതിരുന്നതിനാൽ ഹരിത കേരള മിഷനിൽ നിന്ന് ആലപ്പുഴ നഗരസഭയ്ക്ക് ഇത്തവണ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് ഫണ്ട് ലഭിച്ചില്ല. ഈ വർഷം വാർഡ് 1-ന് 30,000 രൂപ ക്രമത്തിൽ ലഭിക്കാത്തതിന് പുറമെ മുൻ വർഷത്തെ ഫണ്ടിൽ ശേഷിച്ച 10,000 രൂപയും പല വാർഡുകൾക്കും ഇനിയും ലഭിച്ചിട്ടില്ല. കാലവർഷത്തിന് മുന്നോടിയായി വാർഡുകളിലെ കാനകളും തോടുകളും ശുചീകരിക്കുവാനും മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കി സാംക്രമിക രോഗവ്യാപനം തടയാനുമാണ് ഹരിത കേരള മിഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ നഗരസഭയിലെ വാർഡുകൾക്കായി ഹരിത കേരള മിഷൻ 30,000 രൂപ വീതം അനുവദിച്ചതിൽ ആദ്യ ഗഡുവായ 20,000 വീതം ചെലവഴിച്ചതിന്റെ കണക്ക് വാർഡ് തലത്തിൽ നിന്നും നൽകാതിരുന്നതിനാൽ രണ്ടാം ഗഡുവായ 10,000 ലഭിച്ചിരുന്നില്ല. സെക്രട്ടറിയുടെ കസേരയിൽ മാസങ്ങളായി ആളില്ലാത്തതും മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് തടസ്സമായി. ഇതോടെ ഈ സാമ്പത്തിക വർഷം ലഭിക്കേണ്ട ഫണ്ടും മുടങ്ങി. എന്നാൽ അധികൃതരുടെ അനാസ്ഥ മൂലം ആശങ്കയിലാകുന്നത് ജനങ്ങളാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തതുമൂലം പല ഇടത്തോടുകളും മലിനമായ അവസ്ഥയിലാണ്. പോളം നിറഞ്ഞ തോടുകളിൽ ഒഴുക്ക് നിലച്ചതോടെ വെള്ളമുയരുന്നതും ഭീഷണിയാണ്. ഇത് സാംക്രമിക രോഗവ്യാപനത്തിന് ഇടയാക്കുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ ചിത്രം തെളിഞ്ഞു. ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ ബ്രസീലിയൻ ക്ലബ്ബുകളായ പാൽമറസും ബൊട്ടാഫോഗോയും ഏറ്റുമുട്ടും. ബെനഫിക്കയ്ക്ക് ചെൽസിയും PSG-ക്ക് ഇന്റർ മയാമിയുമാണ് എതിരാളികൾ. നോക്കൌട്ടിൽ ഇന്റർ മിലാൻ ഫ്ലൂമിനൻസിനെയും മാഞ്ചസ്റ്റർ സിറ്റി അൽ ഹിലാലിനെയും നേരിടും. സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിന്റെ എതിരാളികൾ യുവന്റസ് ആണ്. ഡോർട്ട്മുണ്ട് മെക്സിക്കൻ ക്ലബ് മൊണ്ടേറിയെ നേരിടും. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.